ആക്ടർമാർ പലപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വല്ലാത്തൊരു നിസ്സഹായതയും കൂടി ഉണ്ടല്ലോ. കാരണം ഒരാളെ എഴുതി അയാളെ ചൂസ് ചെയ്യണമല്ലോ. ഇത് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഭയങ്കര വലുതല്ലേ. ചേച്ചി അതെങ്ങനെയാണ് നോക്കുന്നത്? അമിതമായ പ്രതീക്ഷയുള്ള ഒരാളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ഒരുപാട് കൊതിയുള്ള ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസൈൻ ചെയ്യാതെ വന്നതാണ്. നാടകം പോലും എൻ്റെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്യാതെ വന്നതാണ്. അല്ലേ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതിന് മുകളിലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇപ്പം മുറ എന്ന് പറഞ്ഞൊരു സിനിമ, ചിയാൻ വിക്രമിൻ്റെ കൂടെ വീരധീരശൂരൻ, നാളെ എന്താണ് ടക് ജഗദീഷിലും നാനികാരവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക. എൻ്റെ ലൈഫിൽ ഞാൻ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടി മുകളിലാണ് എനിക്ക് എന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ചില ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ എന്നെ എനിക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ മാജിക് എന്ന് മനസ്സിലിങ്ങനെ ആലോചിക്കും. പിന്നെ അത് വിട്ടുകളയും. എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഉത്തരം. ആകെ എനിക്കറിയാവുന്നത് നമ്മുടെ ജോലിയെ നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ, ഉത്തരവാദിത്തോടെ, ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് മനസ്സിനെ സജ്ജമാക്കി വെക്കുക, പരാതികളൊന്നും ഇല്ലാതെ. നമ്മൾ തുടങ്ങിയ പാഷനിൽ തുടങ്ങിയല്ലോ, ആ ഉത്സാഹത്തോടെ ചെയ്യാനുള്ള മനസ്സിനെ ഇങ്ങനെ സജ്ജമായിട്ട് വയ്ക്കുക. ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടുമ്പോൾ നമുക്ക് ആ എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, പതഞ്ഞു പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്. ഒരു സ്ക്രിപ്റ്റ് കിട്ടി, അഭിനയിക്കാം, നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം എന്നല്ല, 3 മണിയാകുമ്പോഴേ നമ്മൾ പണ്ട് പിക്നിക്ക് സ്കൂളിൽ റെഡി ആവൂലേ, പിക്നിക്കിന് പോകുന്നതിൻ്റെ തലേന്ന് ഉറക്കമില്ലല്ലോ ആർക്കും. രാത്രി പിറ്റേ ദിവസം എക്സ്കേർഷന് പോകണമെന്ന് പറഞ്ഞിട്ട് ആരും ഉറങ്ങില്ല. ഞാനൊന്നും ഉറങ്ങില്ലായിരുന്നു. ഇങ്ങനെ രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കും. അതേപോലെയാണ് എനിക്കിപ്പോഴും ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ എക്സ്കേർഷന് പോകുന്നത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. ഷൂട്ട് അങ്ങനെ ഒരു അവിടെ ചെന്ന് വഴക്കായാൽ പോയി, അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഷൂട്ട് പോയി അവിടെ എനിക്ക് ഒരു. അപ്പോൾ ചിലരൊക്കെ വന്ന് പറയും, ചേച്ചി രാവിലെ വന്നാണ് ചേച്ചി, ഷോട്ടിന് വിളിച്ചിട്ടില്ല, ഉച്ചയായിപ്പോയി എന്നൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ വന്ന് പറയും. ചേച്ചി വിളിച്ചിട്ടില്ല, ഒന്നും വിചാരിക്കില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എവിടെ എന്നെ ഈ സെറ്റിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നത്, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് ഒരു പരാതിയില്ല, എന്നെ ഇവിടെ ഇരുത്തിയോണ്ടൊന്നും ഒരു പ്രശ്നവും എനിക്കില്ല എന്ന്. അത്രയ്ക്ക് കൊതിയാ. നാട്ടുകാർ പറയോ ഇവരുടെ കൊതി കാരണം ഞങ്ങളാണല്ലോ സഹിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും കമൻറ്റിൻ്റെ അടിയിൽ കാണും. ഇന്ന് വീരധീരശൂരൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാത്രം ആ സിനിമയെ കൊള്ളൂലായിരുന്നു, മുറയിൽ നിങ്ങൾ മാത്രം ഈ സിനിമയെ കൊള്ളൂലായിരുന്നു, ഇങ്ങനെ സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് വരും ഫേസ്ബുക്കിൽ. ആളിത് കാണുന്നുണ്ടെങ്കിൽ ഇവരെ കാരണം ഞാൻ സഹിക്കും. ഈ നെഗറ്റിവിറ്റി എങ്ങനെയാ ചേച്ചി ഇഗ്നോർ ചെയ്യണേ? കൊള്ളില്ലേ? നല്ല വേദന എടുക്കുന്ന സംഭവങ്ങൾ ആളുകൾ ഫേസ്ബുക്കിൽ എഴുതില്ലേ കമൻസ് ആയിട്ട്? അവരുടെ മാനസികാവസ്ഥയല്ലേ, നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ. എനിക്കതൊന്നും പാവം തോന്നും. ഒന്നാമത് എന്തിനാണ് അവർ ഇപ്പം പലപ്പോഴും ഞാൻ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്താ മോനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചേച്ചി എന്നോട് മിണ്ടിയോ നേരെ അടുത്ത കമൻറ്റ്, എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരു സെലിബ്രിറ്റി മിണ്ടുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മളെ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് മിണ്ടിയതല്ല കേട്ടോ, ഞാൻ സാധാരണക്കാരിയാണ് നമ്മൾ. അപ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. ചിലപ്പോൾ എന്നെക്കാട്ടി ടാലൻ്റ് ഉള്ള ഒരാളായിരിക്കും ആ കമൻറ്റ് ഇട്ടേക്കുന്നത്, അയാൾക്കൊന്നും എവിടെ എത്താൻ പറ്റി കാണില്ല. അങ്ങനെ ആയിരിക്കും നമ്മളവരെ നെഗറ്റീവായിട്ട് കാണും. ഫ്രസ്ട്രേഷനും സങ്കടവും ഒക്കെ കാണും. അവർ ചിലപ്പം സ്കൂളിൽ ഭയങ്കര മിടുക്കരായിട്ട് ഡ്രാമ ചെയ്തിട്ടുള്ള എല്ലാവരെക്കാട്ടി കഴിവുണ്ടായിരുന്ന ഒരു പയ്യനായിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വല്ല സൗദി അറേബ്യ കിടക്കുകയായിരിക്കും ജോലിയും ചെയ്തുകൊണ്ട്. അയാളായിരിക്കും ചിലപ്പോൾ നമ്മളെ ചീത്ത പറയുന്നത്. നമുക്കറിയാമോ അവരുടെ കാലം, അവരെന്താണെന്ന്, അവരാരാണെന്ന്. നമ്മളവരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫേക്ക് പ്രൊഫൈലായിട്ട് കാണുന്നു. അവരെ ഫേക്ക് പ്രൊഫൈലിൽ നിൽക്കാനുള്ള അവരുടെ സാഹചര്യം, അവർ നമ്മളെ ചീത്ത പറയാനുള്ള അവരുടെ മാനസികാവസ്ഥ, അവരുടെ സങ്കടം നമുക്കറിയോ. ചിലപ്പോൾ അവരുടെ ഭാര്യ അവരെ ചതിച്ച് കാണും, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് കാമുകനും അവരെ ചതിച്ച് കാണും. അവരെ ആരും ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യം വരും. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളാണ്. നമുക്ക് അവരെ അറിയാമോ? നമ്മളെന്തിനാ അവരെ കുറ്റം പറയുന്നത്? അവർക്ക് അവരുടേതായ ഒരുപാട് വിഷമത്തിൽ നിന്നേ ആൾക്കാർ ചീത്ത പറയുള്ളൂ. സങ്കടത്തിൽ നിന്ന് മാത്രമേ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വേറൊരാളെ ചീത്ത പറയൂ, അല്ലാതെ പറയില്ല. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇവർക്ക് എന്തോ വിഷമമുണ്ട്, അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റില്ല, അവരെന്തുകൊണ്ട് കഷ്ടമാണ്, അവർക്ക് ഫേക്ക് പ്രൊഫൈലിനകത്ത് നിന്ന് ഒരാളെ തെറി പറയേണ്ട ഒരു മാനസികാവസ്ഥയും ഗതികേടും അവർക്ക് വന്നിരിക്കുകയല്ലേ. അപ്പോൾ അവരാഗ്രഹിച്ചൊന്നും അവർക്ക് ആവാൻ പറ്റിയില്ല, അവരുടെ മുഖം പോലും അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളവരോട് സഹതപിക്കുക, ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നല്ലത് വരട്ടെ, അവരുടെ വിഷമങ്ങൾ മാറട്ടെ, അവരെ ആരും ചതിച്ചു കാണും, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്നു. അല്ലാതെ എന്നെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ചിന്തിക്കില്ല. പിന്നെ ഫാമിലിയൊക്കെ പറയുമല്ലോ, എന്നെ മാത്രം ബാധിക്കാത്ത കാര്യമാകുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും. കാരണം ഞാനൊരു സിനിമ ഇപ്പോൾ വീരധീരശൂരിൽ നിങ്ങൾ മോശമായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ നാക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അരുൺ സാറിനെ പോലെ ഒരാൾ ഓക്കെ പറഞ്ഞ ടേക്കാ, ഞാൻ കൊള്ളാമോ കൊള്ളൂലേ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നില്ല. അരുൺ സാറിനെ പോലെ ഒരാൾ ഓക്കെ എന്ന് പറഞ്ഞ ടേക്കാണത്. സാറ് ഓക്കെ എന്ന് പറയൂല. അല്ലെങ്കിൽ മുസ്തഫയെ പോലെ ഒരാൾ, അമൽ നൈരദിനെ പോലെ ഒരാൾ ഓക്കെ പറഞ്ഞ ടേക്കുകളൊക്കെയാണ് സിനിമയിൽ കാണുന്നത്. അത് വേറൊരാൾ ഒന്നും കൊള്ളൂല എന്ന് പറഞ്ഞാൽ
ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കുമോ? ഒരിക്കലും എടുക്കില്ല. കാരണം അവരുടെ സിനിമ അതിനെന്ത് വേണം എന്ന് അവർക്കേ അറിയാവൂ. അവർ ഓക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. ചില പൊട്ട സംവിധായകർ നമുക്കും അറിയാം ജഡ്ജ്മെൻറ്റ്, അപ്പോൾ അവർ കൊള്ളൂലെന്ന് പറഞ്ഞാൽ നമ്മൾ ആണല്ലേ കൊള്ളൂലായിരുന്നല്ലേ ഇത് അങ്ങനെ നമ്മളും പറയും, നമുക്ക് മനസ്സിലാവും. പക്ഷെ വീരധീരശൂരൻ പോലെയൊക്കെ ഒരു ഗൗരവമുള്ള സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെ അഭിനയം കൊള്ളൂലായിരുന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് ചേച്ചിനെ കൂടുതൽ ഭയപ്പെടുത്തണം? മോശം സ്ക്രിപ്റ്റ് അതാ മോശം സംവിധായകനാണ്? മോശം സംവിധായകൻ. മോശം സംവിധായകൻ. നല്ല സംവിധായകൻ മോശം സ്ക്രിപ്റ്റിൽ എങ്ങനെയെങ്കിലും വലിച്ചപ്പുറത്തിടും. നല്ല സംവിധായകർ അല്ലെങ്കിൽ പെട്ട്. ഇപ്പം ഞാൻ നടുക്കടലിലാണല്ലോ ദൈവമേ പെട്ടതെന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ? പിന്നെ എന്താ എന്നിട്ട് അവരോട് പറയാ? ഞാനൊരു സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്, ഇറങ്ങി ഞങ്ങൾ 2 രൂപ കൂട്ടിക്കൊണ്ട് വർക്കാവാതെ ഞാൻ സിനിമയിൽ നിന്ന് പോന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസം വർക്കാവുന്നില്ല എന്ന് പരസ്പരം മനസ്സിലായിട്ട് തീരെ നിർത്തിലേ പോവും. എന്നുവെച്ചാൽ നമ്മളങ്ങനെ അവിടെ കയറി തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴൊക്കെ കുറേ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടേ അതൊന്നും ശ്രദ്ധിക്കാതെ അഭിനയിക്കാൻ എനിക്കറിയാം. ഇപ്പം നമ്മുടെ ജോലി മാത്രം ചെയ്യുക, തിരിച്ചു പോരുക. അതെന്നെ പഠിപ്പിച്ച സീമ ചേച്ചിയാണ്. ഏത് പടം? മാര. ഓക്കെ ഓക്കെ. ആ സിനിമ നല്ലതായിരുന്നു. അതിന് ആ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഒരു കോൺവെർസേഷൻ ചേച്ചി ആ സിനിമയിൽ ഒരു ബസ്സിൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു, അവർക്ക് വെള്ളം വേണമായിരുന്നു. പിന്നെ വേറെ എന്തോന്നോ ആർട്ടിലെ ഒരു സാധനം മറിഞ്ഞു വീണ് കിടന്നു. അപ്പം ഞാൻ ഈ സാധനം മറിഞ്ഞു വീണേന്ന് പറഞ്ഞ് താഴെ കൊണ്ടുപോയി ആർട്ടുകാർക്ക് കൊടുത്തു. ഈ സാധനം മറിഞ്ഞു വീണു, നാടകരിയാണല്ലോ. ഈ കുട്ടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് പോയി വെള്ളം വാങ്ങിച്ചോണ്ട് കൊടുത്തു. അപ്പോഴൊക്കെ എന്നെ ഇങ്ങനെ സിംസിച്ച് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരുടെ കാര്യവും അന്വേഷിക്കുന്നു, എല്ലാവരുടെയും കാര്യത്തിന്. സിംസിച്ച് ഇടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ എന്നോട് കാരവനിൽ വരും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ കാരവനിൽ പോയി. എന്താ ചേച്ചി നിനക്ക് എന്നെ നീ ഏതൊക്കെ വന്ന പാത്ത് വള്ളു പറഞ്ഞ് അവരവൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അഭിനയിച്ചോണം. നിൻ്റെ റോൾ ആ കോൺസെൻട്രേഷൻ പോകും നിനക്ക് അഭിനയിക്കുമ്പോൾ, അത് മാത്രം. ചേച്ചിയൊക്കെ മിണ്ടൂല, ഫോക്കസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാം, പണി ചെയ്യാൻ തിരിച്ചു അത് മാത്രം ചെയ്യാനാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ്. എന്നുവെച്ചാൽ ശരിയാണ്, നമ്മൾ ചെതറിപ്പോകാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിച്ച്, ഈ കാര്യം ശ്രദ്ധിച്ച്, അവരുടെ കാര്യം ശ്രദ്ധിച്ച്, ഒരു സാധനം വീണുപോയി അത് എടുത്തുകൊണ്ട് നടന്ന് അഭിനയിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടർ മാത്രം മിണ്ടാതിരുന്ന് ഫോക്കസ് ചെയ്ത് അഭിനയിച്ചിട്ട് തിരിച്ചു പോകാൻ പഠിക്കണ്ടേ. സീനിയേഴ്സിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നീലത്താമര അഭിനയിച്ചതുകൊണ്ട് MT സാറുടെ ഓർമ്മയിൽ പെട്ടു എന്നുള്ളത് വലിയൊരു അംഗീകാരം. കുഞ്ഞുമാളവ് നേരത്തെ അവസാനം വരെയും വിളിക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞുമാളവിൻ്റെ സ്തോഭം എനിക്ക് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ലാൽജോ സാറും പറഞ്ഞത് അങ്ങനെ, സാറിനോടും പറഞ്ഞെന്ന് പറഞ്ഞു. അവസാനം വരെ കുഞ്ഞുമാളവ് നേരത്തെ വിളിക്കുന്നത്. ഹേ ഫെസ്റ്റിവലിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു എൻ്റെ കുഞ്ഞുമാള് വിളിച്ചോണ്ടേ വന്നു എന്നൊക്കെ. വലിയ ഭാഗ്യം. ശാരദമ്മേനെ കണ്ടപ്പോൾ വലിയ നടിയാണ്. ഞാൻ നീലത്താമരെ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അവരാണെങ്കിൽ ഒരു തൊഴിലൊക്കെ അയ്യോ പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ജയപ്രഭ എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട് തെലുഗു. അവരെയും ഇപ്പോഴും ഞാനൊരു ഭയങ്കര കൂട്ടാണ്. എല്ലാ ദിവസവും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വരും അവരുടെ. പിന്നെ ഫാം എന്തെങ്കിലുമൊക്കെ പ്രത്യേകതരം നെയ്ത്തിൻ്റെയൊക്കെ പുതിയ സാരിയൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഒരുപാട് ഫാമേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എനിക്ക് അയച്ചു തരും. അവരെഴുതും, നന്നായിട്ട് എഴുതും, ഭയങ്കര പൊളിറ്റിക്കലാണ്. അപ്പോൾ അതിൻ്റെ കുറിപ്പുകളൊക്കെ എഴുതി തരും. ഇപ്പോൾ ഒരു US പൊരിക്കുക മോനെ കാണാനായിട്ട്, മക്കളെ കാണാനായിട്ട്. ഇപ്പോഴും ഭയങ്കര കൂട്ടാണ്. അതാണ് അത് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെ ശശിഭൂഷൺ സാറ് പറഞ്ഞിട്ടാണ് പറയാൻ പോകുന്നത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ചൈത്ര ഹോട്ടലിൽ പോയി, അപ്പോൾ ഇവർക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിങ്ങനെ അവരുടെ റൂമിൻ്റെ വെളിയിൽ നിൽക്കുമ്പോഴത്തേക്കാണ് പിന്നെ ആരോ വന്ന് പറഞ്ഞ് അകത്ത് വിളിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തെ റൂമിൽ നിന്ന് MT സാർ ഇങ്ങനെ കൈ കാണിച്ച്, അയാൾ വന്ന് പറഞ്ഞു നോക്കിയപ്പോൾ സാർ ഇങ്ങനെ കൈ കാണിച്ചു. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ജയപ്രഭ മാമിന് അമ്പലത്തിൽ പോകണം. വാ ഷീസ് ജയപ്രഭ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് ജയപ്രഭ മാമിനെ എന്നെ പരിചയപ്പെടുത്തി. ഷീസ് പാർവതി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അങ്ങനെയൊക്കെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് തമാശകളൊക്കെ ആയി, സംസാരമൊക്കെ ഇരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞ് ഇറങ്ങട്ടെ എന്ന് വെച്ചാൽ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ വർത്തമാനം ജയപ്രഭ മാം വാസു ത്രോ അവേ യുവർ ബീഡി ഇത്. അപ്പം ഞാൻ ത്രോ അവേ വാസു നമ്മളയ്യോ സാറാണെങ്കിൽ എന്നെ നോക്കുന്നത്, അയ്യോ ചെറിയ ചമ്പലായില്ലേ എന്നൊരു സംശയം. അത് കഴിഞ്ഞ് ആര്യനിവാസിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ചൈത്രത്തിൽ കൊണ്ടാക്കി അമ്പലത്തിൽ പോയിട്ട് അതൊക്കെ നല്ല ഓർമ്മയാണ്. അപ്പം ഇച്ചിരി നേരമാണെങ്കിലും അദ്ദേഹം സംസാരിക്കുന്ന ഭാഷയുടെ ഒരു ഇത് മലയാള ഭാഷ നമ്മളും ഉപയോഗിക്കുന്നല്ലോ എന്ന് നമുക്ക് തോന്നും അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കും.